ഈ ചിരങ്ങ് ചൊറിച്ചിൽ ദേഹത്തുണ്ടാകുന്ന ചൊറിച്ചിലല്ലേ. ചില പെണ്ണുങ്ങളെ കാണാതെ ഇവിടെ ഇങ്ങനെയൊക്കെ മാന്തര കാണാൻ വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്, വിയർപ്പ് തങ്ങിയിട്ടുണ്ടാകുന്ന ഒരു തരം ഫംഗസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ചൊറിച്ചിലാണ്. അതൊക്കെ പോകാനായിട്ടുള്ള ഒരു ഒറ്റമൂലി അല്ല കേട്ടോ, ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. പലർക്കും അറിയാവുന്നതാണ്, അറിയാമെങ്കിൽ പോലും അത്രയും എളുപ്പമല്ല. ഇത് കണ്ട, ഇത് തേക്കാണ്. ചെറുതേക്കും വൻതേക്കും ഒക്കെ ഉണ്ട്. ഏത് തേക്കും ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ കൂമ്പില കണ്ട, ഈ കൂമ്പില നുള്ളി എടുത്തിട്ട് എണ്ണ തിളപ്പിച്ച് അതിലേക്ക് ഇത് അരിഞ്ഞിട്ടിട്ട് നല്ലവണ്ണം മൊരിച്ച് ഒരു 10-20 മിനിറ്റ് വയ്ക്കണം. എണ്ണയുടെ ചൂടൊക്കെ ആറിയതിന് ശേഷം നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞ് നല്ലവണ്ണം ഞെരടി ഒരു കുപ്പിയിലാക്കി അങ്ങനെ തന്നെ വെച്ചേക്കുക. നല്ല ചോര നിറവായിരിക്കും ഈ എണ്ണയ്ക്ക്. ഈ എണ്ണ കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ തല ചില സമയത്ത് നമുക്ക് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും പൊടി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പേന് കൊണ്ടായിരിക്കും. എന്നിട്ട് പേനാണെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചിങ്ങനെ മാന്തും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വലിച്ചോണ്ടിരിക്കുന്നതാണ്. ഇതൊന്നുമല്ല, ഇത് ഈ ഡാൻഡ്രഫ് താരൻ ആ ഒരു സംഭവം കൊണ്ടായിരിക്കും ചിലപ്പോൾ മുടി ഇതുപോലെ ഈ തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. ചിലരുടെ മുടി നരയ്ക്കാനും അങ്ങനെ ചൊറിച്ചിലുണ്ടാവും കേട്ടോ. ഇനി നരയ്ക്കാനുള്ള ചൊറിച്ചിലാണെങ്കിലും താരം കൊണ്ടുള്ള ചൊറിച്ചിലാണെങ്കിലും ഇതങ്ങോട്ട് കുറച്ചെടുത്തിട്ട് ഈ ഓട്ടിയിലൊക്കെ ഇങ്ങനെ പെരുട്ടി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള അത്രയും സമയം നിന്നതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലങ്ങ് കഴുകിക്കളയുക. ഷാമ്പും കൂടി ഇട്ട് കഴുകിക്കളയുക. അതുപോലെ തന്നെ ഈ ചൊറിഞ്ഞു പൊട്ടും ചിലർക്ക്, അത് പ്രാണികൾ കടിച്ചിട്ട് ഉണ്ടാകുന്ന ചൊറിച്ചിൽ കൊണ്ടുള്ള പാടാണെങ്കിലും, അല്ല ഈ വട്ടച്ചൊറി, സോറിയാസിസ്, അതേപോലെ തന്നെ ഞങ്ങളാ ചൊറിയെന്നൊക്കെ പറഞ്ഞ ചിരങ്ങനൊക്കെ കേട്ടോ. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ വിയർപ്പൊക്കെ തങ്ങിയിട്ട് ഫംഗസൊക്കെ അടിച്ച് കക്ഷം, അതുപോലെ തന്നെ ഇടുപ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചൊറിച്ചിൽ, കാലിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ചിലരിങ്ങനെ മാന്തി കറുത്ത് തടിച്ച് തയമ്പോട് കൂടിയിരിക്കും. അങ്ങനെയുള്ള ഭാഗത്ത് ചൊറിച്ചിൽ. ഇതിനൊക്കെ ഈ എണ്ണ ചെറിയ ചൂടിൽ ഇനിയിപ്പോൾ നമ്മൾ ചൂടാക്കി തിളപ്പിച്ച് ഇതുപോലെ മരുന്നാക്കി വെച്ചാലും പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ ഒരു സ്പൂണിൽ എന്തെങ്കിലും എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിങ്ങനെ പെരട്ടി കൊടുക്കുക. ഒരു മാസമൊക്കെ അടുപ്പിച്ച് പെരട്ടി കഴിഞ്ഞാൽ പക്ക അത് മാറും, ഉറപ്പാണ് മാറുന്നത് കേട്ടോ. പിന്നെ തേക്കെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ലെന്ന് പറഞ്ഞെന്നറിയാമോ. തേക്കെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി അങ്ങ് വളർന്നു പോകുന്നൊരു വൃക്ഷമാണ്. അപ്പോൾ അതിൻ്റെ കൂമ്പിന് കയറിയിട്ട് ഈ തേക്കിൻ്റെ കൂമ്പിലെ പറിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ്. അത് ഉള്ള ഇടത്ത് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ട, ഇവിടെയൊക്കെ ഇങ്ങനെ തേക്കുകൾ ചുമ്മാ പിടിക്കും. ഇതൊരു കാടാണ്, ഞങ്ങളൊക്കെ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെയൊക്കെ കാടായതുകൊണ്ട് ഇതുപോലെയൊക്കെ ഈ തേക്കിൻ്റെ ഈ കായ് വീണിട്ട് ഇങ്ങനെ തേക്ക് മരങ്ങൾ, ചെറിയ മരങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരും. അപ്പോൾ അത് വളരത്തൊന്നുമില്ല, ഇങ്ങനെ വെറുതെ കുറച്ച് കാലം കഴിയുമ്പോൾ താനെ ഉണങ്ങിപ്പോവും. അപ്പോൾ അതിൻ്റെ കൂമ്പിലകൾ ഇങ്ങനെ കിള്ളിയെടുത്ത് ഇതുപോലുള്ള മരുന്നുകളൊക്കെ ആക്കിയൊക്കെ വെക്കും. നമ്മുടെ ഈ ചൊറിച്ചിൽ, പാട്, ചിരങ്ങ്, താരൻ, അതുപോലെ തന്നെ തേക്കിൻ്റെ ഇല ഇട്ട് കാച്ചിയ എണ്ണ തേച്ച് കുളിച്ചാൽ തേക്ക് പോലെ മുടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തേക്ക് അങ്ങ് നീളത്തിൽ വളർന്നു പോകുന്നൊരു വൃക്ഷമാണ്. ഒറ്റത്തടി അങ്ങോട്ട് അങ്ങനെ പോകും. അതേപോലെ തേക്ക് പോലെ എൻ്റെ മുടിയൊന്നും കണ്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തേക്കാനും തുടങ്ങിയിട്ടില്ല. ഇപ്പം തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മുടി വളരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതിപ്പോൾ ഇട്ടിട്ട് കയ്യിലെ പാടൊക്കെ പോയി. എൻ്റെ കയ്യിൽ നല്ലൊരു പാടുണ്ടായിരുന്ന ഒരുപാട് കുറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വെച്ചത്. ഇതറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ടാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായിട്ട് എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ